കണ്ണൂർ എഡിയുമായിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് CPIM. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധം എന്നാണ് CPIM വാദം. രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന് CPIMന് ഭയമെന്ന് പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് റവന്യൂ മന്ത്രിയും CPI നേതാവുമായ കെ രാജൻ ഒഴിഞ്ഞുമാറി. കേന്ദ്ര ഏജൻസികൾക്കെതിരായ രാഷ്ട്രീയ വിമർശനമെന്ന് വ്യാഖ്യാനിക്കുമ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണ ആവശ്യത്തിൽ CPIM നിലപാട് വ്യക്തം. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക. CBI അന്വേഷണത്തിനെതിരായ നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര ഏജൻസികൾ പ്രതിയോഗികൾക്കെതിരായ രാഷ്ട്രീയ ഉപകരണമാകുന്നുവെന്നത് എക്കാലത്തെയും പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ. എങ്ങോട്ട് വേണമെങ്കിലും നിലപാട് മാറ്റാം. കുടുംബത്തിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കേണ്ടത് കോടതി. അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടല്ല. CBI എന്ന് പറയുന്നത്, ED എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. ബിനാമി ആരോപണം മുതൽ വ്യാജ കൈക്കൂലി പരാതി ആരോപണത്തിൽ വരെ കേസിൽ ദുരൂഹതകൾ ഇനിയും ബാക്കി. ഒപ്പമെന്ന് ആവർത്തിക്കുമ്പോഴും പോലീസ് അന്വേഷണത്തിലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അവിശ്വാസത്തിനൊപ്പം പാർട്ടിയില്ല. CBI അന്വേഷണ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി റവന്യൂ മന്ത്രി കെ രാജൻ. ADMന്റെ കുടുംബത്തിനോടൊപ്പമാണ് മന്ത്രി മാത്രമല്ല സർക്കാരും. ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ നഷ്ടമുണ്ടായ ആളുകൾ എന്ന നിലയിൽ അവരുടെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി കോടതിയുടെ സർക്കാരിന്റെ ഞാനല്ല അത് പറയേണ്ടത്. CPIM നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദന് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം. പ്രശാന്തൻ ആരുടെ ബിനാമിയെന്ന് പുറത്തായാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും ആരോപണം. 24 കണ്ണൂർ.